ഹായ് ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ പുതിയതായിട്ട് കഴിഞ്ഞിട്ടിരുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു, വാട്ടർഫോൾസിന്റെ. അപ്പൊ നമ്മൾ ഇന്ന് പുതിയൊരു വാട്ടർഫോൾസ് തേടിയുള്ള ഒരു യാത്രയിലേക്കാണ്. അപ്പൊ നമുക്ക് പോയാലോ? പുതിയൊരു വാട്ടർഫോൾസ് നോക്കി വാ പോവാം. അപ്പൊ നമ്മള് പൂഞ്ഞാർ പാതാമ്പഴ റൂട്ട് വന്ന് ഇവിടെ നേരെ മുകളിലേക്കാണ് നമ്മള് അരുവിക്കച്ചാൽ വെള്ളച്ചാട്ടം പോകുന്നത്. പിന്നെ ഇവിടെ ഒരു പഴയ പാലമുണ്ടേ, നമുക്കതിലൊന്ന് കേറിയാലോ? ഇവിടുന്ന് താഴെ കാണുന്ന ഒരു ചെറിയ തോടാകട്ടോ, നമ്മുടെ അരുവിക്കച്ചാലിൽ നിന്നുള്ള വെള്ളം ഇതുവഴിയാണ് താഴേക്ക് ഇങ്ങനെ ഇറങ്ങി ഒഴുകി പോകുന്നത്. ഇപ്പം മഴയില്ലാത്തോണ്ട് ഇവിടെ എല്ലാം വെള്ളം കുറവാ, കല്ലുകൾ മാത്രമുള്ളേ. നല്ല രസമുണ്ട് കാണാൻ താഴേന്ന്. നമ്മുടെ ഡെസ്റ്റിനേഷൻ പ്ലേസിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈരാറ്റുപേട്ടയിൽ നിന്ന് ഏകദേശം 13 കിലോമീറ്റർ, ഈരാറ്റുപേട്ടയിൽ നിന്ന് പൂഞ്ഞാറിന്ന് പാതാമ്പുഴ റൂട്ടാണ് നമ്മളിപ്പം വന്നിരിക്കുന്നത്. നമ്മൾ വന്നിരിക്കുന്ന ഡെസ്റ്റിനേഷൻ പ്ലേസ് എന്ന് പറഞ്ഞാൽ അരുവിക്കച്ചാൽ വെള്ളച്ചാട്ടമാണ് കേട്ടോ. അപ്പം പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, വരുന്നവര് ബൈക്ക് കൊണ്ടുവരിക. കാരണം എന്ന് വെച്ചാൽ വളരെ ചെറിയ വഴി, ചെറുതും, ഒരു കാറിന് വന്നു കഴിഞ്ഞാൽ വേറൊരു വണ്ടി ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ പോകാനുള്ള ഇടയില്ല. പിന്നെ വളരെ കയറ്റമുള്ള വഴിയാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ കാറും കൊണ്ടാണ് വന്നത്. നമുക്ക് ചെറിയൊരു പണി കിട്ടി, ഓപ്പോസിറ്റ് വണ്ടി വന്നപ്പോൾ നമുക്ക് ഭയങ്കര പാടായിരുന്നു കയറി പോരാനും ഒക്കെ. അപ്പം അതൊരു കാര്യം എല്ലാവരും പ്രത്യേകം ഒന്ന് നോട്ടീസ് ചെയ്തേക്കണേ. അപ്പം നമുക്ക് നമ്മുടെ വെള്ളച്ചാട്ടം കാണാൻ പോവാം. വായോ. അപ്പൊ നമ്മള് വണ്ടി പാർക്ക് ചെയ്തെടുത്തുനിന്ന് താഴേക്ക് ഇറങ്ങി കുറച്ച് നടന്ന് വേണം നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട്. ഇതിലെ കൂടെ വണ്ടിയൊന്നും പോവുകയല്ല, നമ്മൾ നടന്നു തന്നെ വേണം പോകാനായിട്ട്. ഇവിടുന്ന് നമുക്ക് കേൾക്കാൻ കേട്ടോ, വെള്ളച്ചാട്ടത്തിന്റെ ആ ഒരു സൗണ്ട് നമുക്ക് ഇവിടുന്ന് കേൾക്കാൻ പറ്റും. നമ്മള് കാറ് പാർക്ക് ചെയ്തെടുത്തിരുന്ന ഒരു 150 മീറ്ററോളം റബ്ബർ തോട്ടത്തിന്റെ കൂടെ നടന്നു വേണം നമുക്ക് അങ്ങോട്ടേക്ക് എത്തിച്ചേരാനായിട്ട്. അത് വളരെ ചെറിയ വഴിയാണ് കേട്ടോ, കോൺക്രീറ്റ് ചെയ്ത വഴിയൊന്നുമല്ല, ജസ്റ്റ് കല്ലുള്ള ഒരു ചെറിയ വഴിയാണേ. അതിലെ കൂടെ വേണം നടന്നു പോകാൻ. ഇപ്പം വെയിലുള്ളതുകൊണ്ടാണ് നമുക്ക് സുഖമായിട്ട് ഇതിലൊക്കെ നടക്കാൻ പറ്റുന്നത്. മഴ ടൈം ആണെങ്കിൽ ഇവിടെ എല്ലാം പായലൊക്കെ ആയിരിക്കും. വരുന്നവരൊക്കെ സൂക്ഷിച്ചും കണ്ടും ശ്രദ്ധിച്ചൊക്കെ വരിക കേട്ടോ.
ഗായ്സ്, ഇതാണ് നമ്മുടെ അരുവിക്കച്ചാൽ വെള്ളച്ചാട്ടം. ഇപ്പൊ മഴക്കാലം അല്ലാത്തോണ്ടാണ് കേട്ടോ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നത്. മഴക്കാലമാണെങ്കിൽ നമുക്ക് ആ വഴിക്കുന്ന പോലെ ഇങ്ങോട്ട് വരവ് നടക്കുകയല്ല. അതുപോലെ വെള്ളം കുത്തി ഒഴുകി അതിന്റെ ആ ഒരു ഫോഴ്സ് നമ്മുടെ നേരത്തേക്ക് വെള്ളം തെറിക്കും. ഇപ്പം നമുക്ക് മഴ കുറവായോണ്ടും വെള്ളത്തിന്റെ ശക്തി കുറവായോണ്ടും ഇവിടെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്ന ഉണ്ടല്ലേ, എന്നാ ഹൈറ്റിൽ നിന്ന് വെള്ളം താഴേക്ക് വീഴുന്നതെന്ന്. പിന്നെ ഇവിടെ ആണേലും വലിയ ആഴമെന്ന് പറയാനൊന്നുമില്ല, ചെറിയ ഇതേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഇറങ്ങി കുളിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കും. വലിയ കയം പോണക്കൊന്നുമില്ല, ജസ്റ്റ് കുറച്ചുള്ളൂ. പിന്നെ വെള്ളത്തിൽ ഫോഴ്സിൽ ഒഴുകുമ്പോൾ നമുക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റുമല്ലോ, എന്നുവെച്ചാൽ വെള്ളത്തിന്റെ ശക്തി ഒഴുക്കിന്റെ ശക്തിയും കൂടുതലായിരിക്കും. ഗൈസ്, നമ്മളിത് അവിടെ നിങ്ങളുടെ മുകളിലേക്ക് കയറിയേക്കാണ്. മഴക്കാലം അല്ലാത്തോണ്ടോ കേട്ടോ നമുക്കിപ്പോ ഇവിടെ നിൽക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഞാൻ ഈ നിൽക്കുന്നതിന്റെ മുകളിൽ നിന്നല്ല വെള്ളം ഇങ്ങോട്ട് ഒഴുക്കുള്ളതാണ്, അപ്പൊ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ആ ഒരു ചെറിയ ഏരിയയിൽ മാത്രമേ വെള്ളം കുറവാണ് ഒഴുക്കുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇവിടെയൊക്കെ കയറി നിൽക്കാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെയൊക്കെ വെള്ളം ഒഴുകുന്ന ആ ചാല ഇതേപോലെ എല്ലാം ഉണ്ട്. ഇവിടെ എല്ലാം വെള്ളം ഒഴുകി വരുന്നത് കേട്ടോ.
ഗായ്സ് നമ്മളിപ്പം വെള്ളമില്ലാത്തതാണ് നമ്മൾ ഇങ്ങോട്ടൊക്കെ ഇവിടെ ഇറങ്ങി നിൽക്കുന്നത്. വെള്ളമുള്ള ടൈമിൽ ഇത് കണ്ടോ, വെള്ളം ഒഴുകിപ്പോയേക്കുന്ന പാടുകളാണ്. ഇങ്ങോട്ടൊന്നും നമുക്ക് വരാൻ പോലും പറ്റില്ല. താഴേക്ക് പാറക്കെട്ടുകളുടെ ഒരു കുഴി തന്നെയാണ്. അതുകൊണ്ട് വെള്ളമുള്ള ടൈമിലാണ് നിങ്ങൾ ഇവിടെ വരുന്നെങ്കിൽ ഇങ്ങോട്ടൊന്നും ഇറങ്ങിയേക്കരുത്. ഇറങ്ങാൻ പറ്റത്തില്ല, അത് വേറെ കാര്യം. എന്നുവെച്ചാൽ അത്രയും ഫോഴ്സിലാണ് വെള്ളം മുകളിൽ നിന്ന് ഇങ്ങോട്ട് ഒഴുകുന്നത്. ഇങ്ങോട്ടൊന്നും ആർക്കും വരാൻ പോലും പറ്റത്തില്ലാത്തൊരു കണ്ടീഷനാണ് കേട്ടോ. അപ്പൊ ഗായ്സ്, ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ജൂൺ ജൂലൈ മാസത്തിൽ നമ്മുടെ ഈ വാട്ടർഫോൾസിലേക്ക് വരുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോഴാണ് നല്ല വെള്ളം കുത്തി ഒഴുകിയുള്ള ആ കാഴ്ച കാണാൻ നല്ല ഭംഗിയുള്ളത്. അപ്പൊ നമ്മൾ നമ്മുടെ ഈ വാട്ടർഫോൾസിനോട് യാത്ര പറഞ്ഞ് നമ്മൾ പോവുകയാണ്. അപ്പം നമ്മുടെ ഒരു കുറച്ചു നേരം നല്ല രസമായിരുന്നു കേട്ടോ, വെള്ളത്തിലൂടെ ഒക്കെ നടക്കാനും കുറച്ചു നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാനും ഒക്കെ ആയിട്ട്. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ ഇനിയും കാണാം. നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. നിങ്ങളുടെ കമന്റ്സ് ഇടണം. ഇനി എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതും പറയണം. അപ്പം പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നിടം വരെ ബൈ.